ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സിംഗിൾ സ്കീസോഫ്രീനിയ വരെയുള്ള ഇതിൻ്റെ സബ് ടൈപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പോസ്റ്റ് സൈക്കോട്ടിക് ഡിപ്രസീവ് ഡിസോർഡർ ഓഫ് സ്കീസോഫ്രീനിയ. ചില സ്കീസോഫ്രീനിക് പേഷ്യൻസിൽ സ്കീസോഫ്രീനിയയുടെ ഒരു അക്യൂട്ട് എപ്പിസോഡിന് ശേഷം അവർ ഡിപ്രസ്ഡ് ആയിട്ട് കാണാറുണ്ട്. സോ the symptoms of post-psychotic depressive disorder of schizophrenia can closely resemble to symptoms of residual phase of schizophrenia, and the adverse effect of commonly used adverse effects of commonly used antipsychotic medicines. അപ്പം ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഡിപ്രസീവ് ഡിസോർഡർ ഓഫ് പോസ്റ്റ്-സൈക്കോട്ടിക് ഡിപ്രസീവ് ഡിസോർഡർ ഓഫ് സ്കീസോഫ്രീനിയ. അപ്പം ഇവിടെ പോസ്റ്റ് സൈക്കോട്ടിക് ഡിസോർഡറിൽ പറയുന്നത് എന്താണ്? ഒരു അക്യൂട്ട് ഫേസ് ഓഫ് സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ഒരു അക്യൂട്ട് എപ്പിസോഡ് ഓഫ് സ്കീസോഫ്രീനിയ ഉണ്ടായി കഴിയുമ്പോൾ പേഷ്യൻസിൽ ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സാധാരണഗതിയിൽ പോസ്റ്റ് സൈക്കോട്ടിക് ഡിപ്രസീവ് ഡിസോർഡർ ഓഫ് സ്കീസോഫ്രീനിയ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഡയഗ്നോസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ആന്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ടും വേണമെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. സോ ദ ഡയഗ്നോസിസ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ഇഫ് ദേ ആർ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഓർ പാർട്ട് ഓഫ് എ മൂഡ് ഡിസോർഡർ ഡ്യൂ ടു ജനറൽ മെഡിക്കൽ കണ്ടീഷൻ. അപ്പം ജനറൽ മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ ഈ ഡയഗ്നോസിസ് ചെയ്യലാത്തത് എപ്പോഴാണ്? ഒരു സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോ അതല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ ജനറൽ മെഡിക്കൽ കണ്ടീഷനിൽ തുടർന്നിട്ടുള്ള ഒരു മൂഡ് ഡിസോർഡർ ഉണ്ടാവുകയോ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോസ്റ്റ് സൈക്കോട്ടിക് ഡിപ്രസീവ് ഡിസോർഡർ ഓഫ് സ്കീസോഫ്രീനിയ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാറില്ല. And these depressive states occurs up to 25% of patients with schizophrenia and are associated with an increased risk of suicide. അപ്പോൾ ഇവരിൽ ഒരു ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സൂയിസൈഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ പോസ്റ്റ് സൈക്കോട്ടിക് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് അക്യൂട്ട് സ്കീസോഫ്രീനിയ എപ്പിസോഡ് വന്ന പേഷ്യൻസിൽ പിന്നീട് വരുന്ന ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. മേ ബി അത് ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്നത് റെസിഡ്യൂവൽ ഫേസ് ഓഫ് സ്കീസോഫ്രീനിയ ആയിരിക്കും ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്നത്. ആൻഡ് ഡയഗ്നോസിസ് ഷുഡ് നോട്ട് ബി മെയ്ഡ് if they are substance induced or as part of mood disorder due to general medical condition. Okay. Clear ആണല്ലോ? So next type is early onset schizophrenia. Early onset schizophrenia എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മൈനോറിറ്റി ഗ്രൂപ്പിനെങ്കിലും സ്കീസോഫ്രീനിയ ചൈൽഡ്ഹുഡിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ചൈൽഡ്ഹുഡ് സ്കീസോഫ്രീനിയ എന്നല്ലെങ്കിൽ നമ്മൾ ചൈൽഡ്ഹുഡ് സ്കീസോഫ്രീനിയ എന്ന് നേരത്തെ പറയുമായിരുന്നു, എങ്കിൽ പോലും ഇപ്പം നമ്മൾ അതിനെ വിളിക്കുന്നത് ഏർലി ഓൺസെറ്റ് സ്കീസോഫ്രീനിയ എന്നുള്ള പേരിലാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കുട്ടികളിൽ they may at first present the diagnostic problems, particularly with differentiation from mental retardation and autistic disorder. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എപ്പോഴും ഡൗട്ട് ചെയ്യുന്നത് ചിലപ്പോൾ മെന്റൽ റിട്ടാർഡേഷൻ, ഓട്ടിസ്റ്റിക് ഡിസോർഡർ ഇതിൽ നിന്ന് നമ്മൾ വേർതിരിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. And recent studies have established that the diagnosis of childhood schizophrenia may be based on same symptoms used for adult schizophrenia. അപ്പം നമ്മൾ ചൈൽഡ്ഹുഡ് സ്കീസോഫ്രീനിയയിലും ഇപ്പൊ പറയുന്നത് സിംറ്റംസ് എന്ന് പറയുന്നത് അഡൾട്ട് സ്കീസോഫ്രീനിയയിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുക ആ സിംറ്റംസ് എല്ലാം തന്നെയാണ് ഏർലി ഓൺസെറ്റ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സ്കീസോഫ്രീനിയയിലും പറയുന്നത്. Its onset is usually insidious and its course tend to be chronic and the prognosis is mostly unfavorable. നമുക്കറിയാം ഏത് അസുഖവും കുട്ടിക്കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകിൽ അതൊരു ക്രോണിക് ഫേസ് ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത്ര ഫേവറബിൾ ആയിട്ടുള്ള പ്രോഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് അല്ല. അതായത് അത് ക്യൂർ ചെയ്ത് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലേറ്റ് ഓൺസെറ്റ് സ്കീസോഫ്രീനിയ. ലേറ്റ് ഓൺസെറ്റ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്കീസോഫ്രീനിയയുടെ ഓൺസെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. മെയിലിലാണെങ്കിൽ ഏർലി 20s ഫീമെയിലാണെങ്കിൽ ലേറ്റ് 20sമാണ് നമ്മൾ സാധാരണ സ്കീസോഫ്രീനിയയുടെ ഒരു ഓൺസെറ്റ് ഏജ് ഓഫ് ഓൺസെറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പക്ഷെ ഇവിടെ ചില സിറ്റുവേഷൻസിലെങ്കിലും സ്കീസോഫ്രീനിയ ഒരു
ആഫ്റ്റർ 45 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേറ്റ് ഓൺസെറ്റ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. So late onset schizophrenia is clinically indistinguishable from schizophrenia, but has an onset after 45. വേറെ ഡിഫറൻസസ് ഒന്നുമില്ല, പക്ഷെ ഓൺസെറ്റിന്റെ ഏജ് എന്ന് പറയുന്നത് 45 ഇയേഴ്സിന് ശേഷമായിരിക്കും. And this condition tend to appear more frequently in women and tend to be characterized by a predominance of paranoid symptoms. ഇത് കൂടുതലും ഉണ്ടാവുന്നത് ആരിലാണ്? വിമനിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ പാരനോയിഡ് സിംറ്റംസ് വളരെ പ്രിഡോമിനന്റ് ആയിട്ട് കാണാറുണ്ട്. പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് ഫേവറബിൾ ആയിരിക്കും. അതായത് ചൈൽഡ്ഹുഡ് സ്കീസോഫ്രീനിയ ആണെങ്കിൽ അൺഫേവറബിൾ ആണ് പ്രോഗ്നോസിസ് എങ്കിൽ, ലേറ്റ് ഓൺസെറ്റ് സ്കീസോഫ്രീനിയ പ്രോഗ്നോസിസ് ഫേവറബിൾ ആണ്. ആൻഡ് അവർ ആന്റിസൈക്കോട്ടിക്സിനോട് വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും എന്നാണ് സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡെഫിസിറ്റ് സ്കീസോഫ്രീനിയ. ഡെഫിസിറ്റ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് ഇഡിയോപ്പത്തിക് നെഗറ്റീവ് സിംറ്റംസ് ഉള്ള ഒരു സബ് ടൈപ്പിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് സ്കീസോഫ്രീനിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ പേഷ്യൻസിന് സാധാരണഗതിയിൽ ഇവര് എന്താണ്, നേരത്തെ ഇതിനെ ഇഡിയോപ്പത്തിക് നെഗറ്റീവ് സിംറ്റംസ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം അതിന് ഡെഫിസിറ്റ്, അതുപോലെ തന്നെ ഡെഫിസിറ്റ് സിൻഡ്രോം എന്ന് ഈ പേഷ്യൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സിംറ്റംസിനെ നമ്മൾ ഡെഫിസിറ്റ് സിൻഡ്രോം എന്ന് വിളിച്ചിരുന്നു. ആൻഡ് ഇപ്പം ഈ ഒരു ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത് ഡെഫിസിറ്റ് സ്കീസോഫ്രീനിയ എന്നുള്ള പേരിലാണ്. ഓക്കെ, so patients with schizophrenia with positive symptoms are said to have non-deficit schizophrenia. The positive symptoms ഉള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവർ നോൺ ഡെഫിസിറ്റ് സ്കീസോഫ്രീനിയയിൽ ഉള്ളതായിരിക്കും. പക്ഷെ നെഗറ്റീവ് സിംറ്റംസ് കൂടുതലായിട്ട് വരികയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് എന്ത് പറയുന്നത്, ഡെഫിസിറ്റ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് എ ക്ലിയർ കട്ട് diagnostic criteria for deficit schizophrenia. അപ്പം ഡെഫിസിറ്റ് സ്കീസോഫ്രീനിയയുടെ ക്രൈറ്റീരിയയിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 of the following 6 features must be present and of clinically significant severity. അപ്പം ഈ താഴെ പറയുന്നതിൻ്റെ അകത്തെ രണ്ടെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് 2 of the following 6 features. അപ്പം ഏതൊക്കെയാണ് ആ 6 features നോക്കാം. ഒന്ന്, റെസ്ട്രിക്റ്റഡ് അഫക്റ്റ്. Second one is diminished emotional range. Third one, poverty of speech. Fourth one, crabbing of interest. Fifth one, diminished sense of purpose, diminished social drive. അതായത് ഈ 6 നെഗറ്റീവ് ഫീച്ചേഴ്സ്, ആ 6 നെഗറ്റീവ് ഫീച്ചേഴ്സിൽ രണ്ടെണ്ണമെങ്കിലും പ്രസന്റ് ആയിരിക്കണം നമുക്ക് എന്ത് പറയാനായിട്ട്, ഡെഫിസിറ്റ് സ്കീസോഫ്രീനിയ പറയാനായിട്ട്. അതുപോലെ തന്നെ two or more of these features have been present for preceding 12 months and were always present during the periods of clinical stability. ക്ലിനിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള സമയത്താണെങ്കിലും ഇതിൽ രണ്ടെണ്ണമെങ്കിലും, രണ്ടോ അതിൽ കൂടുതലോ ഫീച്ചേഴ്സ് 12 months ആയിട്ട്, അതായത് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷന് മുമ്പായിട്ട് ഒരു 12 months എങ്കിലും ഉണ്ടായിരിക്കണം. These symptoms may not be detectable during transient episodes of acute psychotic disorganization or decompensation. അപ്പം ഈ സിംറ്റംസ് എന്ന് പറയുന്നത് ട്രാൻസിയന്റ് എപ്പിസോഡ്സ് ഓഫ് അക്യൂട്ട് സൈക്കോട്ടിക് ഡിസോർഗനൈസേഷൻ അല്ലെങ്കിൽ ഡീകോമ്പൻസേഷന്റെ സമയത്ത് ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കരുത്. ആൻഡ് പിന്നെ 2 or more of these enduring features are also idiopathic. That is not secondary to factors other than disease process. അപ്പം ഈ ഒരു ഇഡിയോപ്പത്തിക്, അതായത് ഈ ഫീച്ചേഴ്സ് ഇഡിയോപ്പത്തിക് ആയിരിക്കും, അതായത് സെക്കൻഡറി ആയിരിക്കില്ല, നോട്ട് സെക്കൻഡറി ടു ഫാക്ടേഴ്സ് അതർ ദാൻ ഡിസീസ് പ്രോസസ്. ഡിസീസ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അല്ലാതെ സെക്കൻഡറി ആയിട്ട് ഉണ്ടാവുന്നതല്ല. ആ ഡിസീസ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെ അവരിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് ആൻസൈറ്റി, ഡ്രഗ് ഇഫക്റ്റ്, സസ്പീഷ്യസ്നെസ്, ഫോർമൽ തോട്ട് ഡിസോർഡർ, ഹാലൂസിനേഷൻസ് ഓർ ഡെലൂഷൻസ്, മെന്റൽ റിട്ടാർഡേഷൻ, ഡിപ്രഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെക്കൻഡറി ആയിട്ടല്ല,
അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. സോ 2 or more of these enduring features are also idiopathic, that is not secondary to factors other than the disease process. അപ്പം അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ anxiety, drug effect, suspiciousness, formal thought disorder, hallucinations, delusions, mental retardation, depression. And the last thing is the patient meets DSM criteria for schizophrenia. അപ്പോൾ അതുപോലെ തന്നെ പേഷ്യൻ്റ് എപ്പോഴും സ്കിസോഫ്രീനിയയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. സോ നെക്സ്റ്റ് ഇസ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. എന്തൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഒരു സ്കിസോഫ്രീനിക് പേഷ്യൻസിൻ്റെ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുക? വളരെ വൈഡായിട്ടുള്ള ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഇൻ ദ ഏരിയാസ് ഓഫ് വിജിലൻസ്, മെമ്മറി, കോൺസെപ്റ്റ് ഫോർമേഷൻ, ഇങ്ങനെയുള്ള ഏരിയാസ് ആണ് കൂടുതൽ അഫക്റ്റഡ് ആവുന്നത്. അതുപോലെ തന്നെ പാത്തോളജിക്കൽ ഇൻവോൾവ്മെന്റ് ഇൻ ദ ഫ്രോണ്ടോ ടെമ്പറൽ കോർട്ടെക്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കൂടുതലും സ്കിസോഫ്രെനിക് പേഷ്യൻസിന് പാത്തോളജിക്കൽ ഇൻവോൾവ്മെന്റ് എവിടെയുണ്ട്? ഫ്രോണ്ടോ ടെമ്പറൽ കോർട്ടെക്സിലുള്ളത് കൊണ്ട് നമ്മൾ കൂടുതലും ചെയ്യുന്ന ടെസ്റ്റുകൾ വിജിലൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, മെമ്മറി ടെസ്റ്റ് ചെയ്യാറുണ്ട്, കോൺസെപ്റ്റ് ഫോർമേഷൻ ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹാൽസ്റ്റൺ റേറ്റ് ആൻഡ് ബാറ്ററി, ലൂറിയ നെബ്രാസ്ക ബാറ്ററി, LNLB എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്സും നമ്മൾ സാധാരണഗതിയിൽ സ്കിസോഫ്രെനിക് പേഷ്യൻസിന് ചെയ്യാറുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ബൈലാറ്ററൽ ഫ്രോണ്ടൽ ടെമ്പറൽ ലോബ് ഡിസ്ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് ഇമ്പയർമെന്റ്സ് ഇൻ അറ്റൻഷൻ, റിട്ടൻഷൻ ടൈം, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോട്ടോർ എബിലിറ്റി ഈസ് ഓൾസോ ഇംപയർഡ് ആൻഡ് പോസിബിളി റിലേറ്റഡ് ടു ബ്രെയിൻ അസിമെട്രി. ഒരു ബ്രെയിൻ അസിമെട്രിയോട് റിലേറ്റഡ് ആയിട്ട് മോട്ടോർ എബിലിറ്റിയിലെ ഇമ്പയർമെന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസസ്മെന്റ്സ്, എസ്പെഷ്യലി ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് നമ്മൾ ആർക്ക് ചെയ്യാറുണ്ട്? സ്കിസോഫ്രെനിക് പേഷ്യൻസിന് ചെയ്യാറുണ്ട്. ദെൻ ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ്. അപ്പം ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജനറൽ പോപ്പുലേഷനുമായിട്ട് ഇവരുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുമ്പം പേഷ്യൻസിന്റെ സ്കോർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സജസ്റ്റ് ചെയ്യുന്നത് മേ ബി ചിലപ്പം അവരുടെ ഓൺസെറ്റിന് മുമ്പ് ചിലപ്പോൾ അവർക്ക് ആ ഒരു എബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കാം. ദ എവിഡൻസ് സജസ്റ്റ് ദാറ്റ് ലോ ഇന്റലിജൻസ് ഇസ് ഓപ്പൺ പ്രസന്റ് അറ്റ് ദ ഓൺസെറ്റ്. അപ്പം ഓൺസെറ്റിന്റെ സമയത്തും ചിലപ്പോൾ ലോ ഇന്റലിജൻസ് ആയിരിക്കാം. പിന്നെ ഇന്റലിജൻസ് കണ്ടിന്യൂ മീൻസ് ഇന്റലിജൻസ് ഡിസീസിന്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഡിറ്റീരിയോറേഷൻ സംഭവിക്കുന്ന അനുസരിച്ചിട്ട് ഇന്റലിജൻസിൽ വേരിയേഷൻസ് വരാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഇന്റലിജൻസ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പ്രൊജക്റ്റീവ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ടെസ്റ്റാണ് റോഷാക്ക് ടെസ്റ്റ്. റോഷാക്ക്, TAT ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. TAT എന്താണെന്നറിയാലോ? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പം പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് റോഷാക്കും TATയുമാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് പേഴ്സണാലിറ്റി ഇൻവെന്ററി, മെനസോട്ട മൾട്ടിഫേസഡ് പേഴ്സണാലിറ്റി ഇൻവെന്ററി. അപ്പോൾ ഇതിലൊക്കെ സാധാരണഗതിയിൽ സ്കിസോഫ്രീനിയ ഉള്ള പേഷ്യൻസിൽ അബ്നോർമൽ റിസൾട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള അസസ്മെന്റ്സ് നടത്തുക വഴി ഇറ്റ് വിൽ ഹെൽപ്പ് us to help us to reach a proper diagnosis and a proper treatment planning. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ അസസ്മെന്റ്സ് സാധാരണഗതിയിൽ സ്കിസോഫ്രീനിക് പേഷ്യൻസിന് ചെയ്യുന്നത്. ഓക്കെ,